ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിലെ VLOOKUP ഫംഗ്ഷനാണ്. പൊതുവേ എക്സൽ കൈകാര്യം ചെയ്യുന്നവർ കേൾക്കുന്ന ഒരു ഫംഗ്ഷനാണ് VLOOKUP. പക്ഷേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആകുന്ന ഒരു ഫോർമുലയും കൂടിയാണ് VLOOKUP. സോ നമുക്ക് ഈ VLOOKUP വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നോർമലി VLOOKUP നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലാർജ് സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഓഫീസിലെ 100-ലധികം അല്ലെങ്കിൽ 200-ലധികം സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ്, ആ ഡീറ്റെയിൽസിൽ നിന്നും നമുക്ക് വേണ്ട കുറച്ച് 10 പേരുടെ എംപ്ലോയി ID-യോ അല്ലെങ്കിൽ അവരുടെ ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ അവരുടെ സാലറി, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം സോർട്ട് ചെയ്തെടുക്കാൻ നമുക്ക് VLOOKUP എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അല്ലാതെ ഓരോരുത്തരുടെയും പേരെടുത്തിട്ട് Ctrl+F അടിച്ചിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും വലിയ ഡേറ്റയിൽ നിന്നും പഠിക്കുന്നതിനേക്കാളും നമുക്ക് ആദ്യം ഒരു കുഞ്ഞു ഡേറ്റയിൽ നിന്നും പഠിച്ചിട്ട് വലിയ ഡേറ്റയിലേക്ക് കിടക്കാം. ഇവിടെ കണ്ടോ, ഒരു കമ്പനിയിലെ കുറച്ച് ആൾക്കാരുടെ എംപ്ലോയി ID, അവരുടെ പേര്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ സാലറി എത്ര എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും വേണ്ടത് ഓരോ ID, ഇപ്പം താഴെ കാണിച്ചിരിക്കുന്ന ഈ IDയിലെ ആളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. VLOOKUP 2-3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു ഷീറ്റിൽ തന്നെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു എക്സൽ ഫയലിലേക്കോ VLOOKUP കണക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇനിയും വരുന്ന പിന്നീടുള്ള ക്ലാസ്സുകളിൽ അറിയിക്കാം. VLOOKUP ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡേറ്റ 1ലും നമുക്ക് എങ്ങോട്ടാണ് റിസൾട്ട് വരേണ്ടത്, ഡേറ്റ 2, ആ ഡേറ്റ 1ലും ഡേറ്റ 2ലും ഒരു കോമൺ ഫാക്ടർ കാണണം. അതായത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഡേറ്റ 1ൽ എംപ്ലോയി ID ഉണ്ട്, എനിക്ക് ഡേറ്റ 2 റിസൾട്ട് എവിടെയാണോ വരേണ്ടത് അവിടെയും എനിക്ക് എംപ്ലോയി ID തന്നിട്ടുണ്ട്. ആ IDയിൽ നിന്നും വേണം ഞാൻ ബാക്കി കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു ഒരു കച്ചത്തിരുമ്പ് പോലെ എന്ന് പറയുന്ന പോലെ ഒരു സാധനം നമുക്ക് തന്നിട്ടുണ്ട്, അവിടെ നിന്ന് വേണം നമ്മൾ ബാക്കി കണ്ടുപിടിക്കാൻ. ഇവിടെ = ഇട്ടിട്ട് VLOOKUP എന്ന് എഴുതുമ്പോഴേ നമുക്ക് ആ ഫോർമുല എന്തിനാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ലുക്സ് ഫോർ എ വാല്യൂ ഇൻ ദ ലെഫ്റ്റ് മോസ്റ്റ് കോളം ഓഫ് എ ടേബിൾ ആൻഡ് ദെൻ റിട്ടേൺസ് എ വാല്യൂ ഇൻ ദ സെയിം റോ ഫ്രം എ കോളം യു സ്പെസിഫൈ. എന്ന് വെച്ചാൽ ഒരു റോയിൽ, ഇപ്പോൾ റോ നമ്പർ 5ൽ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു, ഇപ്പോൾ ഇവിടെ എംപ്ലോയി ID ഉണ്ട് രണ്ടിലും കോമൺ ആയിട്ട്. ആ കോമൺ സാധനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എന്താണോ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്, ആ റോയുടെ ലെഫ്റ്റ് സൈഡിലെ കോളത്തിലുള്ള സാധനങ്ങളെല്ലാം ഇത് നമുക്ക് സോർട്ട് ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം എടുത്തു തരുന്നു. അതിനാണ് നമ്മൾ VLOOKUP യൂസ് ചെയ്യുന്നത്. നമ്മൾ എഴുതുകയാണ് =VLOOKUP ഓപ്പൺ ബ്രാക്കറ്റ്, ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ID ആണ്. ID സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, കോമ, ടേബിൾ അറേ, ഏത് ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ആ ടേബിൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, കോമ, കോളം ഇൻഡെക്സ് നമ്പർ, അതായത് നമ്മുടെ സ്പെസിഫിക് ആയ അല്ലെങ്കിൽ കോമൺ ആയ ഫാക്ടറിൽ നിന്ന് എത്രാമതാണ് നമുക്ക് വേണ്ട വാല്യൂ. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ